ഹലോ, ഇന്നെന്താ വീഡിയോ എന്നല്ലേ? എങ്ങോട്ട് പോകാൻ ഇറങ്ങിയേക്കുവാണെന്ന് പലർക്കും മനസ്സിലാകും. കാരണം ഇന്ന് ഇലക്ഷനാണ് അല്ലേ? അപ്പം രാവിലെ പോയി തിരക്ക് കൂടുന്നതിന് മുന്നേ അങ്ങ് വോട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഞാൻ ആധാറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചാച്ച എന്താ എടുത്തേക്കുന്നതെന്ന് നോക്കട്ടെ. വോട്ടർ ID കാർഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത് തന്നെ കേട്ടോ, നമ്മളുടെ വീടിൻ്റെ അയ്യത്തുനിന്ന് അങ്ങോട്ട് കയറിയാൽ മതി. സ്കൂളാണ്. ആ സ്കൂളിലാണ് നമ്മുടെ ഇലക്ഷൻ ബൂത്ത് ഉള്ളത്. പക്ഷേ നമ്മൾ ആ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ റോഡിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. ആൾ വളരെ കുറവാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ചെയ്തിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി ചെയ്തിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഈ വീട് കഴിഞ്ഞ ദിവസം ചാച്ച റൂഫ് ചെയ്ത വീടാട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എത്തി കേട്ടോ. ഇതാണ് സ്കൂള്. മോൻ പഠിക്കുന്ന സ്കൂളാണ്, ശ്രീനാരായണ പബ്ലിക് സ്കൂള്. ആ കാറ് പോകുന്ന മറിയാമ്മ ഫിലിപ്പ് എന്ന് പറയുന്നൊരു നമ്മുടെ കൂടലിലെ ഭയങ്കര പടമൊക്കെ വരയ്ക്കുന്നൊരു അമ്മാമ്മയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് പടമൊക്കെ വരയ്ക്കും. ഇവിടെ ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടൻ പിന്നെ പാർട്ടിക്കാരുടെ കൂടെയാണ് എപ്പോഴും. പിന്നെ മേളിലും താഴെയും 2 സ്കൂളായിട്ടുണ്ട്. നമുക്ക് താഴെ വേണമെങ്കിലും മേളിൽ വേണമെങ്കിലും ചെയ്യാം. മേളിൽ തിരക്ക് കുറവായത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്നു. വലിയ തിരക്കില്ല. രാവിലെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. പോലീസൊക്കെ നിൽപ്പുണ്ട്. കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും BJPയുടെയും എല്ലാം സ്ഥാനാർത്ഥികളും ചുറ്റും നിൽപ്പുണ്ട്. അവരെല്ലാം നമ്മുടെ മുഖത്തോട്ട് വളരെ പ്രതീക്ഷയോടെ നോക്കുകയാണ്, ഞങ്ങൾക്ക് ചെയ്യണേ എന്ന്. അങ്ങനെ ഞങ്ങൾ ബൂത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഫോൺ ഉള്ളിൽ അലൗഡല്ല. എന്നാലും ഞാൻ എഴുതുന്ന അത്രയും ഭാഗം മാത്രം പിടിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്തു. പേര് വിളിച്ചു. ഞാൻ സൈൻ ചെയ്തു. എൻ്റെ വിരളിൽ പെയിൻ്റൊക്കെ അടിച്ച് തന്ന് ഞാൻ ആദ്യം ഇടത്തേക്കേ നീട്ടി, ചെറുവിരൽ നീട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു ചെറുവിരലല്ല സെക്കൻഡ് വിരലാണെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ മറ്റേ കയ്യിൽ വെച്ചിട്ട് വിരൽ കാണിച്ചു. ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മറിയാമ്മ ഫിലിപ്പ് എന്ന് പറഞ്ഞ അമ്മാമ്മയില്ലേ, നമ്മുടെ ഹസ്ബൻഡ് തീരെ വയ്യ കേട്ടോ. പുള്ളിക്ക് ഡയറക്റ്റ് വന്ന് തന്നെ വോട്ട് ചെയ്യണം എന്നൊരാഗ്രഹം. അങ്ങനെ വന്നു. അമ്മ സംസാരിക്കണം. ഇങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതെ, വീട്ടിൽ വരാമെന്ന് ഒരു അസംബ്ലിക്കേ ഉള്ളൂ. അത് ശരി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ നായകനും ഇവിടെ വോട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടം. ആരാന്നറിയണ്ടേ? എൻ്റെ മോനാണേ. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ മോനെ കണ്ടില്ലേ, പാവം. അതേപോലെ വേറൊരാളും ഉണ്ട് കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ മോന്. അവൻ ക്രിസ്മസ് ഫാദറിൻ്റെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക, മുഖം കാണിക്കാതെ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.